ഡൽഹിയിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഡൽഹിയിലെ റാണിബാഗ് പ്രദേശത്താണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. മംഗോൾപുരിയിലെ ഒരു ഫാക്ടറിയിലെ ജീവനക്കാരിയാണ് ഈ അതിജീവിത. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലെ റാണിബാഗ് പ്രദേശത്ത് വെച്ചാണ് 30-കാരിക്കെതിരെ അതിക്രമം നടന്നത്. പിതാംപുരയിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന യുവതി മംഗോൾപുരയിലെ ഫാക്ടറിയിൽ ദിവസവേതന തൊഴിലാളിയാണ്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി സരസ്വതി വിഹാർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു യുവതി. ഇവിടേക്കെത്തിയ പ്രതികൾ യുവതിയെ ബലമായി ബസ്സിനുള്ളിലേക്ക് വലിച്ചുകയറ്റി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. നംഗ്ലോയി ഭാഗത്തേക്ക് ബസ് ഓടിച്ചു പോവുകയും ഇവിടെ വെച്ച് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് യുവതിയെ ബസ്സിനുള്ളിൽ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് ബസ്സിനുള്ളിൽ 3 പേർ ഉണ്ടായിരുന്നെന്നും അതിൽ 2 പേരാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതെന്നും യുവതി മൊഴി നൽകി. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന ബസ്സും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 12 तारीख को लेट आवर्स में पुलिस को कॉल मिली थी, जिसमें कॉलर ने बताया कि उसके साथ 2 लोगों ने गलत काम किया है। जैसे ही मामला पुलिस की संज्ञान में आया, पुलिस ने मामला को गंभीरता से लेते हुए विक्टिम को पुलिस असिस्टेंस तथा सहायता प्रोवाइड की। मामले में 2 नामजद आरोपियों को गिरफ्तार किया गया है। आरोपियों के खिलाफ कड़ी से कड़ी कार्रवाई की जा रही है और इसमें किसी को भी बख्शा नहीं जाएगा. 3 കുട്ടികളുടെ അമ്മയാണ് യുവതി. യുവതിക്ക് വൈദ്യശുശ്രൂഷ ഉറപ്പുവരുത്തിയെന്നും ബലാത്സംഗം നടന്നതിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. ബസ്സിനുള്ളിൽ നിന്ന് തെളിവ് ശേഖരിക്കലടക്കമുള്ള നടപടികളും തുടരുകയാണ്. രാജ്യതലസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ബസ്സിലെ ബലാത്സംഗം 2012 നിർഭയ കേസിന്റെ ആവർത്തനമാണെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.